ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മസാല മഷ്റൂം കറി. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനേ ഉള്ളൂ. മഷ്റൂമിന് വേവില്ല എന്ന് എല്ലാവരും പറയും, പക്ഷേ എന്നെ സംബന്ധിച്ച് അതിന് വേവ് ഉണ്ട് കേട്ടോ. വേവില്ല എന്നൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ബട്ടൺ മഷ്റൂംസ് മേടിക്കുവാണെങ്കിൽ കുക്കറിൽ അറ്റ്ലീസ്റ്റ് 1 വിസിലെങ്കിലും എടുക്കും. അത് ഈ പറഞ്ഞിട്ട് ഉടഞ്ഞിങ്ങനെ ചിന്നിച്ചെതറിയൊന്നും പോവുകയില്ല. പിന്നെ അന്നേരം സിമ്മിലിട്ടിട്ട് നമ്മൾ പാനിൽ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം അതൊന്ന് വേവാനായിട്ട് വിട്ടു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മസാലാസ് ഒന്നും അതിൽ പെട്ടെന്ന് പിടിക്കുകയില്ല. പിന്നെ നമ്മൾ സ്റ്റഫ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ പറാട്ടയ്ക്കകത്തൊക്കെ സ്റ്റഫ് ചെയ്യുവാണെങ്കിൽ അത്രയും വേവൊന്നും വേണ്ട. പക്ഷെ എന്നാലും ഏതൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് പനീറായാലും ടോഫു ആയാലും മഷ്റൂം ആയാലും ഈവൻ ഏത് വെജിറ്റബിൾസ് ആയാലോ അല്ലെങ്കിൽ മീറ്റ് ആയാലോ ഫിഷ് ആയാലോ വാട്ട് എവർ ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്സ്, അതിനകത്ത് കംപ്ലീറ്റ് സ്പൈസസ് ചേർന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു രുചി വരികയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ പറഞ്ഞോട്ട് മഷ്റൂം അധികം വേവാതെ മസാല ഒന്നും പിടിക്കാതിരുന്നാലും മഷ്റൂമിൻ്റെ ടേസ്റ്റ് മാത്രമേ വരത്തുള്ളൂ, ഒന്നും കയറുകയില്ല. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാക്കിയാണെന്ന് അറിയത്തില്ലേ, അതാദ്യം എടുത്തു. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് ജീരകം, പിന്നെ ഇതിന് വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളിയാ, ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി തേങ്ങ, ഒരു മുറി ഒന്നും വേണ്ട, ഒരു മുറിയുടെ പകുതി ആയാലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇതിന് വേണ്ടി ഇച്ചിരി പുളി അല്ലെങ്കിൽ ടൊമാറ്റോ ആയാലും മതി. മഷ്റൂം വേണം കുറച്ച്. ഇത് ഫ്രഷ് മഷ്റൂമാണ്, ഇല്ലെങ്കിൽ ബട്ടൺ മഷ്റൂം ക്യാറ്റീനിൽ കിട്ടും, അത് മേടിച്ചാൽ മതി. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി ഉപ്പ്. ഇത് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലാണ്. ഇതിനകത്ത് ഇപ്പം ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിന് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ എളുപ്പ വഴിയിലാണ് ഏറ്റവും നല്ലത് നമുക്കൊരു കറി വെക്കാൻ. ഒന്നെങ്കിൽ ആദ്യമേ ഇപ്പം എന്നാ മഷ്റൂമിന് നല്ല ഇറച്ചിക്കറിയുടെ ഒക്കെ ഒരു നിറം വരണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ പൊടിയെല്ലാം ഒന്ന് മൂപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒന്നുകൂടെ മൂപ്പിക്കുക. അത് ആ മൂപ്പിൽ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം, ഇല്ലെന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒന്ന് എന്നാ പറയുക ഭയങ്കര മൂപ്പായി പോയിട്ട് അതിനൊരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. അങ്ങനെയല്ല, ഇപ്പം അതൊന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയിട്ട്, ഇതിപ്പോൾ പൊടി മാത്രമല്ലേ, പൊടിക്ക് മൂക്കാനായിട്ട് എന്നാ നേരം വേണം, ഒരു ഇച്ചിരി നേരമല്ലേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് സ്പൈസസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. പിന്നെ വേണ്ടിയവർക്ക് കുറച്ച് ഗരം മസാല ഇതിനകത്ത് ചേർക്കാം. ഓപ്ഷൻസ് പറഞ്ഞുതരാം. ഗരം മസാല ചേർക്കാം, പിന്നെ വെളുത്തുള്ളി ചേർക്കാം, പുളിക്ക് പകരം ടൊമാറ്റോ ചേർക്കാം, അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. ഇതെല്ലാം ഓപ്ഷൻസ് ആണ്. അതല്ല ഇതൊക്കെ ഉള്ളൂ വീട്ടിലെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഇതിപ്പോൾ മഷ്റൂം മസാല കറി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മഷ്റൂം എടുത്തത്. ഇതല്ല, കോളിഫ്ലവർ ചെയ്യണമെങ്കിൽ മഷ്റൂം എന്ന് പറയുന്ന പെർട്ടിക്കുലർ വെജിറ്റബിൾ മാത്രം മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് കോളിഫ്ലവർ എടുക്കാൻ പറ്റും. പിന്നെ വേറെന്താ, പനീർ എടുക്കാം, ടോഫൂസ് ചെയ്യാം. ഇതെല്ലാം ഇതിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇരട്ടി പണിക്ക് പോകുന്നില്ല, ഇന്ന് പൊടി മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഡീസൻറ്റ് വേയിൽ പോവാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇച്ചിരി എണ്ണ ഒഴിക്കുക. അതിനകത്തോട്ട് ഒരു നുള്ളു ജീരകം. ജീരകത്തിൻ്റെ ചുവ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടേച്ചാൽ മതി. ഇതൊരു ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും, അതുകൊണ്ടാണ് അവർക്കെല്ലാം ജീരകം കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ വേണം, പക്ഷേ എന്നാൽ നോട്ട് ഓവർ, അത്രയും മതി. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ടാലാണ് ഏറ്റവും നല്ല രുചി വരുന്നത്. പക്ഷേ അതിന് മെനക്കേടാൻ മേലാന്നുണ്ടെങ്കിൽ 50-50 ബേസസ് പോവാം. കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും, അതും വയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 സവാളയെങ്കിലും കുഞ്ഞായിട്ട് അരിഞ്ഞിടണേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളി എടുക്കാൻ ഒരു മടിയുമില്ല. കാര്യം എന്താണെന്നറിയാമോ, ഞാൻ രാവിലെ അടുക്കളയിൽ കയറുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മ വന്ന് അടുക്കളയിലിരിക്കും. അമ്മയ്ക്ക് ഒരു ചായയും കൊടുത്തിട്ട് ഒരു മുറത്തിനകത്തോട്ട് ഇച്ചിരി ഉള്ളി എടുത്ത് കൈ കൊടുത്തേച്ച് അമ്മയോട് പറയും, അമ്മ ഇതൊന്ന് പൊളിച്ചു തരൂ എന്ന് പറയുമ്പോൾ അമ്മ പാവരുത് ചെയ്തു തരും. അതുകൊണ്ട് എനിക്ക് ചെറിയ ഉള്ളി എടുക്കാൻ വലിയ പ്രയാസമില്ല. ഇതെപ്പോഴും എൻ്റെ കയ്യിലോട്ട് ഇത് വരുന്ന സമയമാണെങ്കിൽ ആ സമയം ഞാൻ സത്യം പറഞ്ഞാൽ പേരിന് ഒരു 2 ചെറിയ ഉള്ളി ഇട്ടേച്ച് ബാക്കി മുഴുവൻ സവാള അരിഞ്ഞേ ഇടത്തുള്ളൂ. അതുകൊണ്ട് ഈ 2 കാര്യവും ചെയ്യുന്ന സ്ത്രീകൾ വീട്ടിലുണ്ടാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.
മസ്റ്റ് അല്ല, പക്ഷെ ചെറിയ ഉള്ളിയോളം സ്വാദ് നമ്മുടെ സവാള ചേർത്താൽ വരികയില്ല ഉള്ള കാര്യം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ മതിയാവും. വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചിനകത്തോട്ട് ചേർക്കാമേ ഈ സമയത്ത്. എന്നിട്ട് ഒരു ഇച്ചിരി മൂപ്പ് വേണം, അതായത് ആ ഉള്ളി ഒന്ന് ആ ഒരു ഇത് മാറി ഒരു ആവി കയറുമ്പോൾ ഒരു വേവ് അല്ലേ, അത്രയും. ഇതിനകത്തോട്ട് എന്തായാലും ഉള്ളിയും വെളിച്ചെണ്ണയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേരുമ്പം ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടാവും, അപ്പം അതുകൂടെ ഇടും. കറിവേപ്പില എൻ്റെ അടുക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒരു ചോദ്യം ഉത്തരം ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ ഏനം പോലെ അങ്ങ് ഇട്ട് വയ്ക്കണം. അത് ഇന്ന സമയത്ത് ഇടാൻ പാടുള്ളൂ എന്നോ അങ്ങനെ ഒന്നുമില്ല കറിവേപ്പിലേക്ക്. അത് പാവം ഏത് സമയത്ത് അതിനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ. ഉള്ളി ഒരു ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് മൂക്കാനേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അതിനും നേരെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ക്ഷമ ഇച്ചിരി ഒരു പ്രയാസമുള്ളൊരു കാര്യമല്ലേ. അന്നേരം ഞാൻ എന്നാ ചെയ്യും, ഇച്ചിരി ഉപ്പിടാൻ പോവാ. ഈ ഉപ്പിടുന്ന ശ്രദ്ധിച്ചോ, പിന്നെ കറിയിൽ ഉപ്പ് ചേർത്തേക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നോക്കിയും കണ്ട് ചേർത്തില്ല നമ്മൾ ഈ ഉപ്പിടുന്നത് മറന്നു പോയാൽ പിന്നെ ഒന്നേന്നെ കറി വെക്കേണ്ടി വരും. പിന്നെ പൊതുവേ ഒരു കാര്യമുണ്ട്, എന്നാന്നറിയാം, നമ്മൾ അഥവാ എന്നതേലും ഒരു അബദ്ധം പറ്റിയേച്ച് കറിക്കകത്ത് അഥവാ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ചാറൊഴിക്കുകയല്ലേ എന്നാ പറയുന്നത്. ഇപ്പോൾ മഷ്റൂം വേവാനാണെങ്കിൽ അങ്ങനെ ഏത് ഉപയോഗിക്കുന്നത് വെച്ചാൽ വേവാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പം നമ്മൾ ഇച്ചിരി ഉപ്പ് നോക്കും, അയ്യോ ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ ഒഴിച്ച വെള്ളം കംപ്ലീറ്റ്ലി അങ്ങ് ഊറ്റിയിട്ട് അങ്ങ് കളയുവേ. അപ്പോൾ എന്നാന്ന് പറ്റുന്നതെന്ന് പിന്നെ ഒന്നേന്ന് ഗ്രേവി ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ മഷ്റൂം തിളച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന മഷ്റൂമിൻ്റെ നല്ല കാര്യങ്ങൾ, അതിൻ്റെ പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് എല്ലാം ആ വെള്ളത്തിലൂടെ തന്നെ അങ്ങ് പോകും. പിന്നെ നമ്മൾ കഴിക്കുന്നതെല്ലാം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഏത് വെജിറ്റബിൾ കുക്ക് ചെയ്താലും ഈ പറഞ്ഞ പോലെ ആ വെജിറ്റബിളിൻ്റെ ഗുണം സസ്റ്റെയിൻ ചെയ്താൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ നമ്മൾ ചേർക്കുന്ന ഉള്ളി പ്രത്യേകമായിട്ട് കറിയിൽ വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ അത് നല്ലോണം മൂപ്പിച്ചേച്ചാൽ മതി. അതിൻ്റെ കൂടെ അങ്ങ് ചേരുമ്പോഴത്തേക്ക് ഉള്ളി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറിക്കോളും. അതല്ല, ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വഴറ്റുക. അത് വഴുന്തോറും നമ്മുടെ ഗ്രേവിയിലോട്ട് അങ്ങ് ചേർന്ന് പോത്തേ ഉള്ളൂ. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഗ്രേവി ആയിട്ട് കഴിക്കാൻ തന്നെയായിരിക്കും ഇഷ്ടം, അല്ലാതെ ഉള്ളിയായിട്ട് ഇങ്ങനെ പ്രത്യേകം എടുത്ത് കഴിക്കാനൊന്നും ആർക്കും ഇഷ്ടപ്പെടുകയില്ല. തിക്ക് ഗ്രേവിയോട് എല്ലാവർക്കും പ്രിയം. ഇനി ഇതിനകത്തോട്ട് പൊടിയെല്ലാം ചേർക്കാം. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, തീ കുറച്ചോണേ, ഒരു 1/2 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി മഞ്ഞൾപ്പൊടി. മുളക് പൊടി എരിവ് അനുസരിച്ച്, അതുകൊണ്ട് മഷ്റൂമിനകത്ത് ഒരുപാട് എരിവൊന്നും പിടിക്കുകയില്ല, അതുകൊണ്ട് 2 ടീസ്പൂൺ ഇടാം. പിന്നെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചേർത്ത് വെച്ചാൽ മതിയേ. അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഒരു ഇച്ചിരി ചേർത്താൽ മതി. ഉലുവ ബേസിക്കലി ഇച്ചിരി കയ്പുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് വെച്ചാൽ മതിയേ. അന്നേച്ച് ഈ പൊടിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂക്കണം. അതായത് നമ്മൾ ആദ്യം മൂപ്പിച്ചില്ലായിരുന്നു, അതുകൊണ്ട് ഇനി ഒറ്റയടിക്കാന്നു ഇത് മൂക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചെറിയ തീയലിട്ടേച്ചാൽ മതി. ഒരു ഇച്ചിരി ഒന്ന് ആ മൂത്ത മണം ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ആ എണ്ണ തെളിയിച്ചെടുക്കുക. എണ്ണ തെളിയിച്ചെടുത്തതിന് ശേഷം മാത്രമേ മഷ്റൂം ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഈ പൊടിയുടെ കംപ്ലീറ്റ് റോ ടേസ്റ്റ് അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഞാൻ ചെറിയ സിമ്മയിൽ ഇട്ടേക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ കുറച്ച് തേങ്ങ കാണിച്ചില്ലേ, ആ തേങ്ങ എടുത്തേച്ച് നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരിതരിപ്പില്ലാതെ നല്ലതായിട്ടൊന്ന് അരയ്ക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഓപ്ഷൻ ഞാൻ തരാം, എന്നാന്നോ ഇച്ചിരി അണ്ടിപ്പരിപ്പൊക്കെ അരക്കി വന്നതിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്.
ഇത് ഇവിടെ കടന്നൊന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് ഈ തേങ്ങ നല്ല പേസ്റ്റ് പരുവത്തിൽ, പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും തരി പാടില്ല. പിന്നെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാനാണെങ്കിൽ ഒരു ഇച്ചിരി അണ്ടിപ്പരിപ്പ് ചേർക്കാം, ഇച്ചിരി കശകശ ചേർക്കാം, കപ്പലണ്ടി ചേർക്കാം. ഇതൊക്കെ ഇതിനകത്ത് ചേർത്താൽ നമ്മുടെ മഷ്റൂം മസാല കറിക്കകത്തോട്ട് ഒരു ടേസ്റ്റ് ഡിഫറൻസും വരാൻ പോകുന്നില്ല. ടേസ്റ്റ് നല്ലതായിട്ട് കൂടത്തേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ടേസ്റ്റ്, ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് അരയ്ക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ്. അത് അരയ്ക്കുമ്പോൾ നമ്മുടെ തേങ്ങ പോലും നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടുമേ. എന്തായാലും അരിഞ്ഞത് പോരാ, പൊടി മൂത്തത് പോരാ. ദാ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ മസാലേനെ ഒരു തിക്ക് ഗ്രേവി ആക്കിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പുളി ഒഴിക്കുമ്പോൾ ഒരുപാട് ഇതായിട്ട് ഒഴിക്കേണ്ട. എന്നാൽ ടൊമാറ്റോ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഈ പുളി ഒരുപാട് ഒഴിക്കരുത്, ഒരു പുളിക്ക് മാത്രം പുളി ഒഴിച്ചാൽ മതി. അഥവാ ആ പുളിയുടെ ഒരു ഇച്ചിരി കുറവ് ഫീൽ ചെയ്യുവാണോ എങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒഴിച്ചാൽ മതി. ഈ പുളിയെക്കാട്ടിലും എനിക്കിഷ്ടം ഞാൻ പറയുന്ന ടൊമാറ്റോ ചേർക്കുന്നത് തന്നെയാട്ടോ. ഇതിനകത്തോട്ട് മഷ്റൂം ചേർത്തേച്ച് ഫ്ലെയിം കുറച്ച് ഹൈ ആക്കിക്കോളൂ. ആ മഷ്റൂം മേൽ ഒന്നും കൂടെ ആ മസാല ഒന്ന് പിടിക്കുമ്പോൾ ഒരു ഇച്ചിരിയും കൂടി ഒന്ന് മൂക്കുവേ. അതായത് ആ മഷ്റൂം ഒന്ന് ഇച്ചിരി മൊരിഞ്ഞു വരണം, അതാണ് കണക്ക്. നേരത്തെ ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, ഇപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടാൻ പോവുക. പിന്നെ ഇനി ഉപ്പിടണ്ട, നമ്മളെല്ലാം വെന്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി. നല്ല അസലായിട്ട്, അതായത് അരപ്പൊന്ന് നല്ല അസലായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ പകുതി ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഫുൾ വെന്ത് കഴിയാറായി, അതായത് മുക്കാൽ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയും കൂടെ ചേർക്കണം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അഥവാ കശകശയോ അണ്ടിപ്പരിപ്പോ ബദാമോ അല്ലെങ്കിൽ കപ്പലണ്ടിയോ എന്നതേലും ഇതിനകത്ത് അരയ്ക്കുവാന്നുവെങ്കിൽ ഇപ്പോഴൊന്നും ചേർക്കരുത്. ഇപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഷ്റൂം വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നല്ല വെന്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് വാങ്ങാൻ നേരം നമുക്ക് എത്ര ഗ്രേവി വേണോ ആ ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചേക്കുന്ന ഒഴിച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നിറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ എന്താണെന്ന് വെച്ചാൽ ഇട്ടേച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തേങ്ങ, അതായത് ഞാൻ ഇതിനകത്തൊന്നും അരച്ചിട്ടില്ല, തേങ്ങ മാത്രമേ പേസ്റ്റായിട്ട് അരച്ചിട്ടുള്ളൂ. കുറച്ച് തേങ്ങ ഒഴിച്ച് ബാക്കി ഞാൻ വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ മഷ്റൂമിനെ വേവിക്കും. ഇതിനകത്ത് വേറെ ഒരു ജോലിയില്ല. ഈ മഷ്റൂമിനകത്ത് ഇപ്പം കാണുന്ന ഈ വെള്ളം ഒന്ന് പറ്റിയേച്ച് അതിനകത്ത് നിന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാനേ ഉള്ളൂ. ഒരു സിമ്പിൾ ബട്ട് വെരി ഡെലീഷ്യസ് ആണ് നമ്മുടെ ഈ മഷ്റൂം കറി. ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം കൊടുക്കാം. നമ്മുടെ ഈ എന്നാ പറയുന്നത് ഇന്ന് വെച്ച മഷ്റൂം മസാല കറി എത്രയും വേഗം തീർന്നു. ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞോട്ട് വെജിറ്റേറിയൻകാരെ ഏറ്റവും കൂടുതൽ ഞാൻ പരിഗണിച്ചേച്ചാന്നു ഇപ്പോഴത്തെ എല്ലാം 2-3 ഞാൻ പ്രാവശ്യമായിട്ട് പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കുന്നുണ്ട്.